വടകര MDMA കേസിൽ നിർണായക അന്വേഷണ വഴിയിലേക്ക് നീങ്ങുകയാണ് പോലീസ്. കേസിലെ മുഖ്യകണ്ണി മുൻ അധ്യാപിക കീർത്തനയെന്ന് പോലീസ് പറയുന്നു. 2 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം കീർത്തനയെ വീണ്ടും റിമാൻഡ് ചെയ്തു. ലഹരിമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കീർത്തനയിൽ നിന്ന് ലഭിച്ചെന്നാണ് സൂചന. മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാനി ജിജിൽ കുര്യാക്കോസ് മറ്റൊരു ലഹരി കേസിൽ കൂടി റിമാൻഡിലായിരുന്നു. പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വഴി കോടികളുടെ ഇടപാടുകൾ നടന്നതായും കൂടുതൽ അധ്യാപകരിലേക്കും വിദ്യാർത്ഥികളിലേക്കും ലഹരി ശൃംഖല പടർന്നിട്ടുണ്ടെന്നുമാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് സംശയിക്കുന്ന വയനാട് സ്വദേശി ഷിൻഡോയും ജിജിൽ കുര്യാക്കോസും മംഗളൂരുവിലെ പഠനകാലത്ത് പരിചയപ്പെടുകയും പിന്നീട് ഒന്നിച്ച് ലഹരി കച്ചവടത്തിലേക്ക് തിരിയുകയുമായിരുന്നു. വടകര MDMA കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ മരുതോങ്കര സ്വദേശി കീർത്തനയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ച കോൾ രേഖകൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ, ബാങ്ക് രേഖകളിൽ നിന്ന് ലഭിച്ച അക്കൌണ്ട് സംബന്ധിച്ച തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് കിട്ടിയതായാണ് സൂചന. താൻ നിരപരാധിയാണെന്നും അക്കൌണ്ടുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകണമെന്നുമാണ് കീർത്തന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ലഹരി വ്യാപനത്തിൽ കീർത്തനയ്ക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസിൽ അറസ്റ്റിലായ മറ്റ് അധ്യാപികമാരായ കാവ്യ, നീഷ്മ എന്നിവരെ ലഹരി വലയിലേക്ക് എത്തിച്ചത് കീർത്തനയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ വിദ്യാർത്ഥികളെ ലഹരിക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. ഇക്കാര്യത്തിലും ഊർജിതമായ അന്വേഷണം നടക്കുന്നു. കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസിനെ മറ്റൊരു ലഹരി കേസിൽ കൂടി പോലീസ് റിമാൻഡ് ചെയ്തു. മണിയൂർ സ്വദേശി മുഹമ്മദ് ഇർഫാനിൽ നിന്ന് 13.56 ഗ്രാം MDMA പിടികൂടിയ കേസിലാണ് പയ്യോളി പോലീസ് ജിജിലിന്റെ മുൻകൂർ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത്. ഇർഫാൻ MDMAയ്ക്കായി പണം അയച്ചു നൽകിയത് ജിജിലിന്റെ അക്കൌണ്ടിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജിജിലിന്റെ ബാങ്ക് അക്കൌണ്ടിൽ പരിശോധിച്ച പോലീസിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 1 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ജിജിലിന്റെ അക്കൌണ്ടിലൂടെ നടന്നിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ലഹരി വ്യാപാരത്തിൽ നിന്നുള്ള പണമാണെന്നാണ് പോലീസിന്റെ നിഗമനം. വടകരയിൽ അറസ്റ്റിലായ 3 അധ്യാപികമാരുമായും ജിജിലിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ലഹരി ശൃംഖലയുടെ വേരുകൾ മംഗളൂരു കോളേജ് കാലഘട്ടത്തിലേക്കാണ് നീളുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ജിജിലും കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് സംശയിക്കപ്പെടുന്ന വയനാട് സ്വദേശി ഷിൻഡോയും മംഗളൂരുവിൽ പഠിക്കുന്ന കാലത്താണ് പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും ചേർന്ന് MDMA ഇടപാടുകളിലേക്ക് കടക്കുകയായിരുന്നു. പഠനകാലത്തിന് ശേഷവും ലഹരി കച്ചവടം തുടർന്നു. ഷിൻഡോ ലഹരി കേസിൽ പെട്ടതിനെ തുടർന്ന് ആണ് പഠനം ഉപേക്ഷിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ലഹരി കേസുകളിലും തുടരന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ലഹരിയുടെ ഉറവിടം, പ്രതികളുടെ പണമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്തും. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.